പ്രതീക്ഷിച്ചതിനെക്കാട്ടി നന്നായിട്ടുണ്ട്. ചൂട് മാറിയതിന് ശേഷം നമുക്കിത് കുപ്പിയിലേക്ക് മാറ്റാം. ഒരു കുപ്പി അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഒരു മാസത്തേക്ക്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അത്തറും കുബൂസും. ഇന്ന് നമ്മളൊരു നാടൻ നാരങ്ങ അച്ചാർ ഉണ്ടാക്കാൻ പോകുന്നത്, ഒട്ടും കയ്പില്ലാത്തത്. അതിനായി ഞാൻ ചെറുനാരങ്ങ പുഴുങ്ങി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ നാരങ്ങയുടെ ചൂട് നാറുന്നത് വരെ നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എന്നിവ ചെറുതായി അരിഞ്ഞു വയ്ക്കുക. ഇനി ചൂടായ പാനിലേക്ക് 4-5 ഗ്രാമ്പും ഏലക്കയും ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ ഉലുവയും 1 ടീസ്പൂൺ കടുവും ആഡ് ചെയ്യുക. ആ പാനിൻ്റെ ചൂടുകൊണ്ട് കടുവ് നന്നായി പൊട്ടും. അതിനുശേഷം അത് മിക്സിയിലിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. ഇതാ നന്നായി പൊടിഞ്ഞിട്ടുണ്ട്. നാരങ്ങ ചൂടാറിയിട്ടുണ്ട്. അതിലേക്ക് 1.5 ടീസ്പൂൺ കായപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വെക്കുക. ഇനി ചൂടായ പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് ആദ്യം വെളുത്തുള്ളി ഇടാം. ഇതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് ഇഞ്ചി ഇടാം. ഇതൊരു ബ്രൗണിഷ് നിറമായി വരുമ്പോൾ അതിലേക്ക് പച്ചമുളക് അരിഞ്ഞതും ഇടാം. ഈ വറുത്തതെല്ലാം കൂടി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. എല്ലാം ഒരു ക്രിസ്പി ആയിട്ടുണ്ട്. ഈ വറുത്ത് കോരി എണ്ണയിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം കറിവേപ്പിലയും കൂടി ഇട്ട് സ്റ്റൗ ഓഫ് ചെയ്യാം. ഈ ചൂട് എണ്ണയിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3 ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് ഇളക്കിയതിന് ശേഷം അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നാരങ്ങ ചേർത്ത് കൊടുക്കുക. നന്നായി ഇളക്കിയതിന് ശേഷം അതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി മിക്സ് ചേർക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന മിശ്രിതം കൂടി ചേർക്കാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്യാം. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് ചെറിയ തീയിൽ വെച്ചിട്ട് 1 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ഒഴിച്ചു കൊടുക്കാം. തീ കൂടാതെ നോക്കണം കേട്ടോ. ചെറിയ തിള വരുമ്പോൾ ഓഫ് ചെയ്യാം. ഉപ്പ് പാകത്തിനുണ്ടോ എന്ന് നോക്കണം, അല്ലെങ്കിൽ പാകത്തിന് ആഡ് ചെയ്യാം. കയ്പില്ലാത്ത നാടൻ അച്ചാർ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി എഴുതണം കേട്ടോ. എന്തായാലും ഇത് നല്ല സൂപ്പറായി വന്നിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ചതിനെക്കാട്ടി നന്നായിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂട് മാറിയതിന് ശേഷം നമുക്കിത് കുപ്പിയിലേക്ക് മാറ്റാം. നല്ല മണം വരുന്നുണ്ട്. കണ്ടിട്ട് തന്നെ കഴിക്കാൻ തോന്നുന്നേ. ഇതെനിക്കൊരു മാസത്തേക്കുണ്ട്. അപ്പോൾ ഇതുപോലെ വ്യത്യസ്തങ്ങളായ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.